അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് കറംനാ ബനീ ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. സദഖല്ലാഹുൽ മൗലാനൽ അലിയുൽ അളീം. വസദ്ദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരുടെയും ചെറുതും വലുതുമായ സകലമാന പാപങ്ങളും റബ്ബുൽ ആലമീനായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ, ആരോഗ്യത്തോടെ ജീവിക്കുവാനും മരിക്കൽ ഖൈറാകുമ്പോൾ പരിപൂർണ ഈമാനോടുകൂടെ ഈ ലോകത്തുനിന്ന് വിട പറയാനും പടച്ച റബ്ബ് നമുക്കും ബന്ധപ്പെട്ടവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപകടത്തിൽ നിന്നും, അപകട മരണത്തിൽ നിന്നും, പൊടുന്നനെയുള്ള മരണത്തിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങൾ, മാറാവ്യാധി രോഗങ്ങൾ, കീറി മുറിക്കുന്ന അസുഖങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഈ ലോകത്തും നാളെ പരലോകത്തും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, പ്രവിശാലമായ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്നതും കാണാത്തതും അറിയുന്നതും അറിയാത്തതുമായ കോടാനുകോടി സൃഷ്ടിജാലങ്ങളെ റബ്ബുൽ ആലമീനായ തമ്പുരാൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമമായ വിഭാഗമാണ് മനുഷ്യരായ നാം. മറ്റു ജീവജാലങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് നിഅമത്തുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി അതിനെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീലാ. ആദമിൻ്റെ സന്തതികളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. ഇതര ജീവികൾക്കില്ലാത്ത, ഇതര ജീവികൾക്ക് നൽകാത്ത ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയതായ ആ നിഅമത്തുകളെ മറക്കാതെ നന്ദിയുള്ളവരായി, നന്ദിയുള്ള അടിമകളായിക്കൊണ്ട് നാം മാറുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഈ പ്രവിശാലമായ പ്രപഞ്ചവും അതിലുള്ള സകലമാന സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്, അല്ലാഹുവിൻ്റെ റസൂല് രാത്രി സമയങ്ങളിലെല്ലാം നിന്നുകൊണ്ട് നിസ്കരിക്കുമായിരുന്നു. എത്രത്തോളം നിന്ന് നിസ്കരിച്ച് റസൂലുള്ളാഹിൻ്റെ കാലിൽ ഇങ്ങനെ നീര് കടന്നു വരും. ഈ സമയത്താണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എന്തിനാണ് അങ്ങ് ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്? കഴിഞ്ഞുപോയ എല്ലാ തെറ്റുകളും, വരാൻ പോകുന്ന എല്ലാ തെറ്റുകളും പൊറുക്കപ്പെട്ട, മാപ്പ് നൽകപ്പെട്ട പ്രവാചകനാണല്ലോ അങ്ങ്. എന്തിനാണ് ഇത്രമാത്രം പ്രയാസപ്പെട്ട് കാലിൽ നീര് വരുന്നത് വരെ രാത്രി സമയങ്ങളിലെല്ലാം നിന്ന് നിസ്കരിക്കുന്നത് ഹബീബ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ
മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു മറുപടിയുണ്ട്. അഫലാ അകൂന അബ്ദൻ ശക്കൂറ. ആയിഷ, എൻ്റെ റബ്ബ് എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തു തന്നു. എണ്ണിയാൽ അവസാനിക്കാത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന, നന്ദി ചെയ്യുന്ന ഒരു അടിമയായിക്കൊണ്ട് ഞാൻ മാറേണ്ട ആയിഷ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നത്, നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയതായ നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് നന്ദി കേട് കാണിക്കാതെ വലിയ വീടുണ്ടായിട്ടോ വലിയ കാറുണ്ടായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടായിട്ടോ അതിലൊന്നും വലിയ കാര്യമില്ല. ലാ യൻദുറുല്ലാഹു ഇലാ സിയാബിക്കും ബൽ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക. ഒരു മനുഷ്യൻ്റെ ഹൃദയം അത് എങ്ങനെയുള്ള ഹൃദയമാണ്? കാരുണ്യത്തിൻ്റെ ഹൃദയമാണോ? കാപട്യത്തിൻ്റെ ഹൃദയമാണോ? കടുകട്ടിയുള്ള ഹൃദയമാണോ? അവന് ദയയുണ്ടോ? കരുണയുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് എങ്ങനത്തെ വസ്ത്രമാണ് ധരിച്ചത് എന്നല്ല നോക്കുക. മുന്തിയ കാറിൽ സഞ്ചരിക്കുന്നുണ്ടോ എന്നല്ല നോക്കുക. വലിയ കൊട്ടാരത്തിലാണ് അവൻ താമസിക്കുന്നത് എന്നല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുക. ബൽ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുക എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല വിശുദ്ധമായ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാന്യനായ വ്യക്തി, ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തി നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തഖ്വയോടുകൂടെ ഹൃദയത്തിനെ നന്നാക്കി ഒരു നന്ദിയുള്ള മനുഷ്യനായിക്കൊണ്ട് മാറുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനായിക്കൊണ്ട് മാറുക എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരികയാണ്. മാത്രമല്ല നമ്മൾ എപ്പോഴും നമ്മളിൽ നിന്നും താഴ്ന്ന ആളുകളിലേക്ക് നാം നോക്കണം. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന നിഅമത്തുകളുടെ വലിപ്പവും അതിൻ്റെ വണ്ണവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണുവാൻ കഴിയുന്നതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഉൻദുറൂ ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗകക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കാൾ ഉയർന്ന വ്യക്തിയിലേക്ക് നോക്കരുത്, നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്ന വ്യക്തിയിലേക്ക് നോക്കുക. കണ്ണില്ലാത്തൊരു മനുഷ്യനെ കാണുമ്പോൾ കണ്ണുള്ള നാം ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് തന്ന നിഅമത്ത് എത്രമാത്രം വലുതാണ്. കാതില്ലാത്ത ചെവി കേൾക്കാൻ കഴിയാത്ത, കേൾവിയില്ലാത്ത ഒരു മനുഷ്യനെ കാണുമ്പോൾ കേൾവിക്കൊരു തകരാറുമില്ലാത്ത നാം ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് തന്ന നിഅമത്ത് എത്രയാണ്. സംസാരിക്കാൻ കഴിയാത്ത ആളുകളെ കാണുമ്പോൾ, ഭ്രാന്തനായ റോഡിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോൾ, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ, അതുപോലെ തന്നെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കിട്ടിയ ഭക്ഷണം കഴിച്ച് കിട്ടിയ സ്ഥലത്ത് കിടന്നിറങ്ങിക്കൊണ്ട് ഭ്രാന്തന്മാരായിക്കൊണ്ട് നടക്കുന്ന ബുദ്ധിയില്ലാത്ത ആളുകളെ കാണുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന നിഅമത്തിനെ സംബന്ധിച്ച് നാം ഓർക്കണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. ഈ കണ്ണില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കാണുവാൻ എത്രമാത്രം ആഗ്രഹമുണ്ടാകും. സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് പൊന്നു മക്കളോടൊന്ന് സംസാരിക്കുവാൻ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊന്ന് സംസാരിക്കുവാൻ, വാപ്പ എന്ന് വിളിക്കാൻ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ചതായ ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കാൻ എത്രമാത്രം ആഗ്രഹമുണ്ടാകും ഈ സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെയൊന്നും ഒരു പോരായ്മയില്ലാതെ, ഒരു കുറവില്ലാതെ സംസാരിക്കുവാനുള്ള കഴിവ് പടച്ച റബ്ബ് നമുക്ക് ചെയ്തു തന്നു. എത്രമാത്രം വലിയ നിഅമത്താണ്. എന്തേ അള്ളാഹുവിന് എല്ലാ ആളുകളെയും ഒരേ രീതിയിൽ സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. എല്ലാവരെയും നല്ല ബുദ്ധിയുള്ളവരായി, കണ്ണിന് കാഴ്ചയുള്ളവരായി, കാതുകൾക്ക് കേൾവിയുള്ളവരായി, കൈകാലുകൾക്ക് നല്ല ആരോഗ്യമുള്ളവരായിക്കൊണ്ട് ഭിന്നശേഷിക്കാരല്ലാതെ ഒരു കുറവുമില്ലാതെ എല്ലാ ആളുകളെയും ഒരേ രീതിയിൽ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചില ആളുകൾക്ക്
ചില കുറവുകൾ വരുത്തിയത്. ഇന്നമായ തദക്കറു ഉലുൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പാഠമുണ്ട്. ചിന്തിക്കണം, മനുഷ്യൻ ചിന്തിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്നതായ നിഅമത്തുകളെ മറക്കാതെ നന്ദിയുള്ള ഒരു അടിമയായിക്കൊണ്ട് നാം മാറണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു